റോജ ശബരിമല ദർശനത്തിന് പത്തനംതിട്ട എത്തിയ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിൻ്റെ വീല് കോൺക്രീറ്റിൽ പൊതഞ്ഞുപോയി. വലിയ സുരക്ഷാ വീഴ്ച, കൂടാതെ എന്തൊരു നാണക്കേണ്ട സംഭവമാണിത്. അല്ല, നാണക്കേട് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തലവൻ്റെ സുരക്ഷയിൽ നമുക്ക് ഇത്രയുമേ താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയുമേ കരുതുന്നുള്ളൂ എന്നുള്ളൊരു ചോദ്യം വരും. ഇത് ഈ സമാനമായ ഒരു സംഭവം 2010 VS അച്യുതാനന്ദൻ ഇവിടെ ഭരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇവിടെ ഒരു ചടങ്ങിന് വന്നിരുന്നു. അത് അദ്ദേഹം വൈകുന്നേരത്താണ് വന്നിറങ്ങിയിട്ട് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് രാജ്ഭവനിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വാഹന വ്യൂഹം, അതിനകത്ത് ആദ്യം ഫ്രണ്ടിൽ പോയ വണ്ടി, 2 വണ്ടി നേരെ അടിപ്പാതയിലേക്ക് ഇറങ്ങിപ്പോവുകയും അതല്ലായിരുന്നു പോലീസ് നിശ്ചയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ യാത്രാ വഴി. പിന്നീട് പെട്ടെന്ന് ഈ അബദ്ധം മനസ്സിലായി വണ്ടി നിർത്തി പ്രധാനമന്ത്രിയുടെ വണ്ടിക്ക് ചുറ്റും കാവൽ നിൽക്കുകയും അത് ഒരു കേരള പോലീസിൻ്റെ വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. വണ്ടി പിന്നെ പിന്നോട്ടെടുത്ത് അദ്ദേഹം രാജ്ഭവനിലേക്ക് പോവുകയും ഒരു സംഭവം ഉണ്ടായി. കേരളത്തിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലൊന്നായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായിരുന്നു. NSGയും SPGയും വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത്. ഒടുവിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പ്രൈം മിനിസ്റ്ററെ നേരിൽ കണ്ട് പോയി മാപ്പ് പറയുകയും ഈ ഉണ്ടായ വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മാന്യതയും പറ്റിപ്പോയ തെറ്റിനെ കുറിച്ച് പറയുക. പക്ഷേ അതല്ല അതിനകത്ത് ഒരു ഗുരുതരമായ സംഭവം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ തന്നെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതിയാണ് അന്നുണ്ടായത്. അപ്പോൾ ഇന്നിപ്പം നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നിരിക്കുന്ന തന്നെ ശബരിമല സന്ദർശനത്തിന് വേണ്ടിയാണ്. നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന പ്രകാരം പമ്പയിൽ പോയി നിലയ്ക്കലിറങ്ങി അവിടുന്ന് വാഹനത്തിൽ പോവുക എന്നുള്ളതായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനമാണ് ഇങ്ങനൊരു സഡനായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തി. ഈ പ്രമാണം സ്റ്റേഡിയത്തിനകത്ത് പിന്നെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ രാത്രി ഉണ്ടാക്കി. അല്ല, അപ്പോഴും വീഴ്ചയുണ്ട്. കാരണം രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് ഒരു പ്ലാൻ ബി വേണ്ടേ? അങ്ങനെ ഒരു സാധനം ഉണ്ടായില്ല. അത് ഒന്ന് കാലാവസ്ഥയെ കുറിച്ച് മുൻകൂട്ടി അറിയുന്നതിനും, പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യം വന്നാൽ എപ്പോഴും സുരക്ഷാ ഏജൻസികൾ എപ്പോഴും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ടാക്കുന്ന പതിവുള്ളതാണ്. അപ്പോൾ അത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. അതുപോലെ തന്നെ വലിയ ഗുരുതരമായ വീഴ്ചയുമായിട്ട് കണക്കാക്കേണ്ടത്. എന്തുകൊണ്ടാണ് രാഷ്ട്രപതി വരുന്നു എന്ന് പറയുന്നത് തലേദിവസം വിളിച്ചറിയിച്ചിട്ട് വരുന്നതല്ല. മാസങ്ങൾക്ക് മുമ്പേ അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറുകയും സുരക്ഷാ ഏജൻസികൾ എല്ലാ സാധ്യതകളും എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ഇങ്ങനൊരു പരിപാടി തന്നെ ചാർട്ടർ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ഈ കാലാവസ്ഥ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ നേരത്തെ തന്നെ എടുക്കാവുന്നതാണ്. കേരളത്തിൽ ഈ അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ അത് അന്തരീക്ഷ ഏജൻസികളുമായിട്ട് ചേർന്ന് ആലോചിച്ച് ഇത് ഫ്ലൈറ്റ് അത്രയും ദൂരം പറക്കുമോ എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ വേറെ എവിടെ ഇറങ്ങാൻ പറ്റും, ഇങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ ആരായുന്നതിന് വേണ്ടിയാണ് നമ്മൾ സുരക്ഷാ ഏജൻസികൾ. ഒന്ന് ആലോചിക്കണം, രാഷ്ട്രപതി എന്ന് പറയുന്നത് ചെറിയ ആളല്ല, ഇന്ത്യയുടെ സേനാ നായകനാണ്, നമ്മുടെ ആദ്യ പൗരനാണ്. ഇങ്ങനെ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദവി വഹിക്കുന്ന ഒരാളിന് നിങ്ങൾ ഇത്ര ലഘുവായ രീതിയിൽ ലാഘവത്തോടു കൂടിയാണോ അവരുടെ സുരക്ഷ പരിപാലിക്കുന്നത് എന്നുള്ളൊരു ന്യായമായ ചോദ്യമുണ്ട്. കാരണം അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അബദ്ധമല്ല. കാരണം രാത്രിയിലാണ് ഇവർ ഹെലിപ്പാഡ് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ശരി, വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ ഈ മഴ ഉണ്ടാകുമെന്നുള്ള കാര്യം അന്നേരമാണോ അറിയുന്നത്? കാലാവസ്ഥ നമ്മളെന്തിനാണ് പ്രവചനം നേരത്തെ നടത്തുന്നത്? അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഒരു അടിയന്തര സാഹചര്യം വന്നാൽ പ്രമാണത്തോ അല്ലെങ്കിൽ വടശ്ശേരിക്കലോ പെരുനാട്ടിലോ ഇറങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അവിടെയൊക്കെ തന്നെ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അതൊക്കെ സുരക്ഷാ ഏജൻസികൾക്ക് അറിയത്തുള്ളൂ, നമുക്കാർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ആരാഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഈ ഹെലിപ്പാഡിനകത്ത് ഈ വിമാനം ഇറങ്ങിയ സമയത്ത് ഏതായാലും രാഷ്ട്രപതി ഇറങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ വീല് പുറകോട്ട് ഉരുണ്ടു പോവുകയും അതിനകത്ത് പുറഞ്ഞു പോവുകയും ഒക്കെ ചെയ്ത്. അതിന് ഈ പോലീസ് മേധാവി പറയുന്ന ഒരു ന്യായീകരണമുണ്ട്. സാധാരണ നിശ്ചയിച്ച് H മാർക്ക് ചെയ്തെടുത്തെന്ന് ഒരു 2 അടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്, അതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായതെന്ന്. നിങ്ങളിതെല്ലാം നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു പ്ലാൻ ബി ഇല്ലാതായിപ്പോയത്? അത് രാത്രി തട്ടിക്കൂട്ടിയതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. അത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. അത് നിങ്ങൾ ഏറ്റുപറയണം. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ 2 പ്രധാനമന്ത്രിമാരെ നമുക്ക് സുരക്ഷാ വീഴ്ച കൊണ്ട് നഷ്ടപ്പെട്ട രാജ്യമാണ്, അല്ലേ? ഒരു പ്രധാനമന്ത്രി അവരുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു, മറ്റൊരാൾ ഒരു മുൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വെച്ച് കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ദീർഘമായ ചരിത്രങ്ങളുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിമാരെ അല്ലെങ്കിൽ ഉന്നത പദവിയിലിരിക്കുന്നവരൊക്കെ തന്നെ സുരക്ഷാ വീഴ്ചകൾ കൊണ്ട്
കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ അതിനുശേഷമാണല്ലോ, അതായത് ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷമാണ്, ഇന്ദിരാഗാന്ധി 84 ഒക്ടോബർ 31 അവരുടെ ഔദ്യോഗിക വസതിയിൽ സുരക്ഷാ ഭടന്മാരാൽ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ SPG എന്ന് പറയുന്ന പ്രധാനമന്ത്രിമാരെ സംരക്ഷിക്കുന്നതിനും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ആക്ട് തന്നെ ഉണ്ടാക്കി അതിൻ്റെ പരിധിയിൽ പ്രധാനമന്ത്രിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും മുൻ പ്രധാനമന്ത്രിമാരെയും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു സുരക്ഷാ പദ്ധതി നമ്മൾ തയ്യാറാക്കിയത്. ഈ SPGയുടെ കാവലിരിക്കുന്ന കാലത്ത് തന്നെയാണ് രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ കൊല്ലപ്പെടുന്നത്, ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ. അപ്പം ഇങ്ങനെ ഇന്ത്യയുടെ 2 പ്രധാനപ്പെട്ട അതീവ പ്രാധാന്യം വഹിച്ചിരുന്ന 2 വ്യക്തികൾ കൊല്ലപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പം നമുക്കൊരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും നമുക്ക് ലാഘവത്തോടുകൂടി കാണാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. രാഷ്ട്രപതിയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും സേനാനായകൻ കൂടിയാണ്. അപ്പം അവർക്ക് മറ്റാരെക്കാട്ടിലും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അത് ഉണ്ടായില്ല എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അത് നമ്മളത്ര നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമില്ല. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ പോലീസുകാർ നാഷണൽ പെർമിറ്റിൽ സ്റ്റാർട്ടാവാത്ത നാഷണൽ പെർമിറ്റിൽ ലോറി തള്ളും പോലെ അല്ല, നമ്മളത്ര ലാഘവത്തോട് കൈകാര്യം ചെയ്യേണ്ടതാണോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതിൻ്റെ ട്രയൽ നടത്തിയിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ട് പ്ലാൻ ബി ഉണ്ടാക്കിയില്ല? ആ ചോദ്യത്തിന് സുരക്ഷാ ഏജൻസികളാണ് മറുപടി പറയുന്നത്. രാഷ്ട്രപതിക്ക് നിലയ്ക്കലിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ കൊണ്ട് ഇറക്കിയേരും? നിങ്ങൾ അത് മാർക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതല്ലേ? എപ്പോഴും സുരക്ഷാ ഏജൻസികൾ അങ്ങനെ തന്നെയാണ്. 2, 3, 4 റൂട്ടുകൾ കണ്ടുപിടിക്കുക, 2, 3, 4 വാഹന സൗകര്യങ്ങൾ ഒരുക്കി വെക്കുക, ഇതെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. അതിനാണല്ലോ ബ്ലൂ ബുക്ക് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സുരക്ഷകൾ ഏർപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായതും ലിഖിതമായ കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് താത്വികമായ ന്യായങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ വേറൊന്നും സംഭവിച്ചില്ലെന്നോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ പരിപാലിക്കപ്പെടേണ്ടവരല്ലല്ലോ ഈ രാജ്യത്തെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒന്നും. അങ്ങനെയല്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വലിയ പ്രതീകങ്ങളാണ് അവരെല്ലാം. അതുകൊണ്ടാണല്ലോ നമ്മൾ അവർക്ക് ഈ സൗകര്യങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ താത്വികമായ ന്യായങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. കാരണം അവിടുത്തെ സ്ഥലം MLA പറഞ്ഞത് ഈ ഹെലികോപ്റ്റർ അങ്ങ് മേളിലോട്ട് പോകുന്ന സാധനമല്ലേ, അതുകൊണ്ട് പുതഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ്. അതുപോലുള്ള മണ്ടത്തരങ്ങൾ പറയാം. പക്ഷേ സുരക്ഷാ ഏജൻസിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ അത്തരം പുതഞ്ഞു പോകുന്ന കഥകളൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അത്ര ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ പരിഗണിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ പുതഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ കഴിക്കുന്ന ഭക്ഷണം നേരത്തെ തന്നെ കഴിച്ചു നോക്കി ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് എന്തിനാണ് ചെയ്യുന്നത്? കാരണം അവരുടെ ജീവനിൽ അത്രമേൽ ഈ രാജ്യം അവരുടെ ജീവന് വേണ്ടി അത്രമേൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ? അവരെ അതുപോലെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം അവർക്ക് കൊടുക്കുന്ന നമ്മുടെ വലിയ പദവികളെല്ലാം ഒന്നാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇപ്പം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വലിയ പ്രതീകമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എന്നൊക്കെ പറഞ്ഞു. അത് ആരും ആയിക്കോട്ടെ, ആ പദവിക്ക് നമ്മൾ കൽപ്പിക്കുന്ന വിലയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് അവർ സഞ്ചരിക്കുന്ന വാഹനം പോയി സിമെൻറ്റ് കുഴിക്കകത്ത് വീണിട്ട് അങ്ങ് മുകളിലോട്ട് പോകുന്ന വണ്ടി താഴെ പോയി പറഞ്ഞതിൽ കുറ്റമില്ലാന്നല്ലല്ലോ അത് പറയേണ്ടത്. നമ്മുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചുകൊണ്ട് തെറ്റ് പറയേണ്ടത്. ഇങ്ങനെയുള്ളൊരു ഓൾട്ടർനേറ്റീവ് കുറിച്ച് ആലോചിക്കേണ്ട. ഈ ഇങ്ങനെ കടുത്ത മഴ പെയ്യുന്ന സമയത്ത് നിലയ്ക്കലിൽ ഇറങ്ങാൻ പറ്റിയില്ല, നിങ്ങൾ എവിടെ ഇറങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടതായിരുന്നു. അതിനാണല്ലോ നിങ്ങൾക്ക് ശമ്പളം കൊടുക്കുകയും അതിനാണല്ലോ നിങ്ങൾക്ക് ഈ നിങ്ങളെ UPSCയിലേക്കും മറ്റും സെലക്ട് ചെയ്ത് IPS IAS ഒക്കെ ആക്കിയിരിക്കുന്നത് ഇല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങളായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈവൻ സൈന്യത്തിനും അതിനൊരു ബാധ്യതയുണ്ട്. കാരണം സൈന്യാധിപനാണ്, സേനാനായകനാണ്. അപ്പോൾ അതുകൊണ്ട് അവരും അത് ആലോചിക്കേണ്ടതായിരുന്നു. ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് അവരും ആലോചിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇവരാരും ആലോചിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സങ്കടകരമായ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രപതിയുടെയും നമ്മുടെ പ്രധാനമന്ത്രിയുടെയും ജീവൻ അങ്ങനെ എടുത്ത് പന്താടാനുള്ളതല്ലല്ലോ. നമ്മൾ അത് അതീവ കരുതലോടുകൂടി അവരെ കാത്തു പരിപാലിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തിനുണ്ട്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ചെയ്യേണ്ടതുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ലാപ്സ് വന്നു എന്നുള്ളത് അത് അംഗീകരിക്കാനാവാത്ത ഒരു തെറ്റാണ്.